ഹയ്യാ, ഇന്നൊരു സൺഡേ ആണ്. അതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് പോകാട്ടോ. ഷോപ്പിങ്ങിന് ഞങ്ങളൊരു ഊബറൊക്കെ ഇട്ട് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇത്രയും പുല്ലിലൂടെ കിടന്നിട്ട് ഇവരെന്തിനാണ് വീഡിയോ ഉണ്ടാക്കുന്നത്? അവരെന്തെങ്കിലും കാണിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിന് കയറി നമ്മൾ പ്രൈമാർക്കിലോട്ടോ വന്നത്. ഇനി കുറച്ച് പാഷൻ പരേഡ് ആയാലോ? എന്താ മൊഞ്ച് അല്ലേ? ഇന്ന് നമുക്ക് കുറച്ച് KGF ബീറ്റൊക്കെ ഇട്ട് കുറച്ച് നേരം കളിക്കാം. പ്രഹസനം ഒട്ടും കുറയ്ക്കേണ്ടെന്ന് ഞാനും എടുത്ത് വെച്ചു ഒരെണ്ണം. എങ്ങനെയുണ്ട്? അങ്ങനെ അവിടുത്തെ പ്രഹസനമൊക്കെ കഴിഞ്ഞ് ഞാൻ കുറേ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു ഗ്ലാസ് ഒക്കെ എടുത്ത് ഇപ്പം എങ്ങനെയുണ്ട് ഗൈസ്? ഫുള്ള് നല്ല മൊഞ്ചിനും മൊഞ്ചത്തി ആയില്ലേ? സത്യം പറഞ്ഞാൽ അധികം പർച്ചേസിംഗ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് പോയ ഞങ്ങളാണ്. അവിടെ ചെന്ന് കണ്ണി കണ്ടതെല്ലാം ഇട്ട് നോക്കി. അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ടോ. ഇനി കുറച്ച് പ്രഹസനങ്ങളാവാം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പ്രൈമാർക്കിൽ നിന്ന് കുറച്ചധികം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുറത്തിറങ്ങിയപ്പോൾ അടിപൊളിയൊരു കാഴ്ച ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറേ നേരം അത് എൻജോയ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് സർപ്രൈസ് ആയിട്ട് ഞാൻ ഒരാളെ കണ്ടത്. ആരാന്ന് കാണണ്ടേ? അത് വേറെ ആരുമല്ല ഗൈസ്, ഞാൻ തന്നെയാണ്. ആരും എന്നെ തിരുവരുത് ഗൈസ്, ഞാൻ തന്നെയാണ് സെലിബ്രിറ്റി. പിന്നെ പോയത് എന്തായാലും നല്ല സണ്ണി ഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് തന്നെ സിറ്റി സെൻറ്ററിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു വെതറൊക്കെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഗ്രാഫ്റ്റൻ മാളിലേക്ക് പോയി. ഗ്രാഫ്റ്റൻ മാളിൽ നമ്മൾ ബൂട്ട്സ് ഉണ്ടാകത്ത്. അപ്പോൾ അങ്ങനെ നമ്മൾ ബൂട്ട്സിൽ കയറി കുറച്ച് സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്തതാ മാളിനകത്തോടെ ഞാൻ കുണുങ്ങി നടക്കണ്ടായി. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞുകൊണ്ടാണോ എന്താണോ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ KFCയിലോട്ട് വിട്ടു. കടയുടെ അകത്തിരുന്ന് കഴിക്കേണ്ട നല്ല വെതറിൽ. അപ്പോൾ നമുക്കൊന്ന് പുറത്ത് പോയി പാർക്കിലിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ സംഭവം എല്ലാം സെറ്റ് ചെയ്ത് പാർക്കിലിരുന്ന് നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡും കൂടി കഴിച്ചപ്പോൾ ആകെ ടയർഡായി. പിന്നെ അവിടെ നമ്മൾ ബസ്സിന് തിരിച്ച് റൂമിലേക്ക് പോരാ കേട്ടോ. അങ്ങനെ ബസ്സിലിരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ആവാൻ നിർത്തി. പിന്നെ ബസ്സിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് എൻജോയ് ചെയ്ത് അങ്ങോട്ട് പോയിട്ടോ. പിന്നെ നമ്മളിതാ ബസ് ഇറങ്ങി വീട്ടിലോട്ട് നടക്കുകയാണെ. അപ്പോഴാണ് ഞാൻ കാഴ്ച കണ്ടത്. നമ്മുടെ നാട്ടിലെ പോലെ ഐസ്ക്രീം വണ്ടി ഉണ്ട് ഇവിടെ. നാട്ടിലെ പോലെ മണിയുടെ ശബ്ദം അല്ലാട്ടോ ഇവർ ഐസ്ക്രീം വണ്ടിക്ക്. ഒരു മ്യൂസിക് കിട്ടാട്ടോ ഇവർ വരുന്നത്. അങ്ങനെ നല്ല അടിപൊളി ഐസ്ക്രീം കൂടെ കഴിച്ചപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ അത്രയുള്ള ഗൈസ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ബൈ.